225 കോടി രൂപ മുടക്കിയെടുത്ത എമ്പുരാൻ സിനിമ. ആ സിനിമയുടെ പല രംഗങ്ങളും സിനിമയെ സിനിമയായി കാണണമെന്ന് പറയുമ്പോഴും ഒരു വിഭാഗത്തെ മാത്രം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്നാണ് പലരും, ഒരു വിഭാഗം ആളുകൾ ചോദിക്കുന്നത്. സെൻസർ ബോർഡ് ഇതൊന്നും കണ്ടില്ല എന്ന ചോദ്യവും കഴിഞ്ഞ ദിവസം മുതൽ ഉയരുന്നുണ്ട്. ഇപ്പോ സെൻസർ ബോർഡ് വീണ്ടും അത് കണ്ട് ഈ ഗുജറാത്ത് കലാപവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലുള്ള സീനുകൾ വെട്ടി വീഴ്ത്തുക എന്നുള്ള തീരുമാനം എടുത്തിരിക്കുകയാണ്. ഇതുവരെ വഴങ്ങാതിരുന്ന പൃഥ്വിരാജിനോട് ഇവർ വഴങ്ങേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്ക് എപ്പോഴും പറയാം, പക്ഷേ ആവിഷ്കാര സ്വാതന്ത്ര്യമാണ്, സിനിമയെ സിനിമയായി കാണണമെന്നൊക്കെ. ഇതൊക്കെ പറയുമ്പോഴും എന്തുകൊണ്ടാണ് മറ്റു ആളുകളെ, ഇപ്പോ ഒരു വിഭാഗത്തെ സന്തോഷിപ്പിക്കാനും ഒരു വിഭാഗത്തെ ഇല്ലായ്മ ചെയ്യാനും വേണ്ടി എടുക്കുന്ന ഇത്തരം സിനിമകളോ മാഷ് എങ്ങനെയാണ് കാണുന്നത്? അല്ല, സിനിമകൾ ഇപ്പോൾ നേരത്തെ ഇതുപോലെ തന്നെ വലിയ വിവാദമായൊരു സിനിമയായിരുന്നു കേരള സ്റ്റോറി. അതെ. അപ്പം അന്നും സ്വാഭാവികമായിട്ടും സിനിമയെ കാണേണ്ടതുണ്ട് എന്ന് പറയുന്ന കാഴ്ചപ്പാടിന് പ്രസക്തി ഉണ്ടായിരുന്നു. ഇന്നും അതേപോലെ തന്നെ, അന്ന് മറ്റൊരു വിഭാഗമാണെങ്കിൽ ഇന്ന് വേറൊരു വിഭാഗമാണ് ആ പ്രതിഷേധമായിട്ട് വരുന്നത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും സിനിമ നമ്മളുടെ ഇന്നത്തെ സമൂഹത്തിൽ സിനിമയ്ക്ക് സിനിമയുടെ തലത്തിൽ നിന്ന് സാമൂഹ്യ തലത്തിലേക്കും രാഷ്ട്രീയ തലത്തിലേക്കും മതപരമായ കാര്യങ്ങളിലേക്കുമൊക്കെ കടന്നു കയറാൻ പറ്റുന്ന തരത്തിലുള്ളൊരു വ്യാപന സ്വഭാവം ഉള്ളതുകൊണ്ട് നമ്മളുടെ ഇന്നത്തെ സമൂഹം നേരത്തേനേക്കാളൊക്കെ വെറുപ്പുൽപ്പാദിപ്പിക്കുന്ന സമൂഹമായി മാറിയതുകൊണ്ട് വളരെ ശ്രദ്ധിച്ചും സൂക്ഷ്മമായിട്ടും മാത്രമാണ് അത്തരം കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇതിങ്ങനെ വിവാദപരമായി മാറിക്കഴിഞ്ഞാൽ അത് നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾക്കും അതേപോലെ തന്നെ അതിൽ പങ്കെടുക്കുന്നതായിട്ടുള്ള കലാകാരന്മാർക്കുമൊക്കെ കൂടുതൽ പ്രശ്നങ്ങളുണ്ടാകും. ആ പ്രശ്നങ്ങളെ പ്രതിരോധിക്കാനായിട്ട് അവർക്കൊപ്പം നിൽക്കുന്ന ആളുകൾ വന്നേക്കാം, അവരെ എതിർക്കാനായിട്ട് അവർക്കെതിരായിട്ട് നിൽക്കുന്ന ആളുകളും വന്നേക്കാം. അത് സംഘർഷത്തിൻ്റെ ഒരു ഭൂമിക സൃഷ്ടിക്കും എന്നതിനപ്പുറം ഈ കലയുടെ വളർച്ചയ്ക്കും വികാസത്തിനും അതൊരു കാലത്തും സഹായകരമായിത്തീരില്ല. പക്ഷെ നമുക്കറിയാം എല്ലാ കാലത്തും ഇത്തരം പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കമില്ല. ഇതിനു മുമ്പും നമ്മൾ ഇതുപോലെ വിവാദപരമായ കലാസൃഷ്ടികളെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അതിലൊന്ന് എനിക്ക് തോന്നുന്നത് KPSCയുടെ ഭഗവാൻ കാലുമാറുന്നു എന്ന് പറയുന്ന നാടകം. അത് കളിക്കുന്ന സമയത്ത് സംഘപരിവാർ സംഘങ്ങൾ വലിയ പ്രതിഷേധമായിട്ട് നാടകം നടക്കുന്ന നാടക ഹാളിന് പുറത്തൊക്കെ പ്രശ്നങ്ങളുണ്ടാക്കിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നത് ക്രിസ്തുവിൻ്റെ 6-ാം തിരുമുറിവ് എന്ന് പറയുന്ന നാടകം ഇതേപോലെ തന്നെ വളരെ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ള ഒരു സാധനമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. അങ്ങനെ പലപ്പോഴും വിവാദപരമായി മാറുന്ന സൃഷ്ടികളുണ്ട്. ആ സൃഷ്ടികളുടെ സർഗാത്മക നഷ്ടപ്പെടാതിരിക്കാനും അതേപോലെ തന്നെ ഇത് സാഹിത്യ സൃഷ്ടിയാണ് എന്ന നിലയ്ക്ക് കാണാനുമുള്ള ഒരു കഴിവ് നമ്മുടെ സമൂഹത്തിനുണ്ടെങ്കിൽ മാത്രമാണ് അതെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ ലോക സാഹിത്യത്തിൽ ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് എന്ന് പറയുന്ന പുസ്തകം നിക്കോസ് കസാസാക്കിസ് എന്ന് പറയുന്ന ലോകപ്രശസ്തനായിട്ടുള്ള എഴുത്തുകാരൻ്റെ പുസ്തകമാണ്. അതിനെതിരെ വ്യാപകമായി ഇതേപോലെ മതമൗലികവാദികൾ പ്രശ്നങ്ങളുണ്ടാക്കിയിട്ടുള്ള. അതിങ്ങനെ ഉണ്ടാവും, സ്വാഭാവികമായിട്ടുള്ള കാര്യങ്ങളാണ്. പക്ഷേ ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു പരിമിതിക്കകത്ത് നിന്നുകൊണ്ട്, ഇതിന് പരിമിതിയുണ്ട്, നമ്മൾ ഏത് കാര്യങ്ങളും നമുക്ക് ആവിഷ്കരിക്കാം, പക്ഷേ അതിനൊരു നിയന്ത്രണ രേഖയുണ്ട്. അതിനകത്ത് നിന്നുകൊണ്ട് ഇതെല്ലാം ചെയ്താൽ എതിർപ്പുകൾ വന്നാൽ പോലും നമുക്ക് പിടിച്ചു നിൽക്കാനായിട്ട് കഴിയും, അല്ലെങ്കിൽ ആ എതിർപ്പുകളെ മറികടക്കാനായിട്ട് കഴിയും. പക്ഷെ അതിനപ്പുറത്തേക്ക് പോകുന്ന സമയത്തും അതേപോലെ തന്നെ സമൂഹം നല്ല രീതിയിൽ വർഗീയവൽക്കരിക്കപ്പെടുകയും ചേരിതിരിവുള്ള വിവേചനത്തിൻ്റെ വേദിയായി മാറുകയൊക്കെ ചെയ്താൽ അവിടേക്ക് ഇതൊക്കെ അവതരിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോൾ എമ്പുരാൻ്റെ കാര്യത്തിൽ അത്ര വലിയ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ പല സിനിമകൾ കണ്ട കുട്ടികളോട് പലരോടും ചോദിച്ചാൽ അവർക്കത് ഇഷ്ടമാണ്. പലർക്കും, ചില ആൾക്കാർക്ക് ഇഷ്ടമല്ലാത്തതുണ്ട്. അതും പക്ഷേ ഈ വിഷയം കേന്ദ്രീകരിച്ചല്ല, അതാണ് അതിൻ്റെ പ്രത്യേകത. ഇതെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ടുള്ള എതിർപ്പിൻ്റെ പ്രശ്നം മാത്രമാണ്. സിനിമ കണ്ടവരെ സംബന്ധിച്ചിടത്തോളം നല്ലതും ചീത്തയും എന്ന് പറഞ്ഞിട്ടുള്ളത് ഈ വിഷയത്തെ കേന്ദ്രീകരിച്ചല്ല. സിനിമയുടെ ഒരു സിനിമറ്റോഗ്രാഫി വെച്ചുകൊണ്ടും അതിൻ്റെ സാങ്കേതികമായിട്ടുള്ള മികവിൻ്റെ അടിസ്ഥാനത്തിലും ഒക്കെയാണ് പുതിയ തലമുറ ഇത്തരം കാര്യങ്ങൾ കാണുന്നത്. അതാണ് പ്രശ്നമെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ രാഷ്ട്രീയക്കാരെ കണ്ട സമയത്ത് അതിൻ്റെ അകത്ത് ഗുജറാത്ത് കലാപത്തിൻ്റെ പ്രശ്നങ്ങൾ, അതിലെ വളരെ തീക്ഷ്ണവും രൂക്ഷമായിട്ടുള്ള ചില സീനുകളൊക്കെ വരുന്നു എന്നുള്ളതാണ് പ്രശ്നം എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ, 2006 നടന്ന ഗുജറാത്ത് കലാപം
അതിലെ സത്യാവസ്ഥ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. നരേന്ദ്രമോദി നരഭോജി നരാധമൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിച്ചുകൊണ്ട് 3 വർഷം പക്ഷെ അദ്ദേഹം ഗുജറാത്ത് മുഖ്യമന്ത്രിയായി സ്ഥാനമേൽക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇപ്പൊ 3 തവണ ഇന്ത്യൻ പ്രധാനമന്ത്രിയുമായി. അപ്പോൾ അതിൽ എന്താണ് സത്യാവസ്ഥ എന്ന് ഇതുവരെ പുറത്തു വന്നിട്ടില്ല. ഒരു വിഭാഗം മുസ്ലിങ്ങളെ പറയുന്നു, ഒരു വിഭാഗം ഹിന്ദുക്കളെ പറയുന്നു. ഇപ്പോഴും ഗോദ്ര എക്സ്പ്രസ് കത്തിച്ചത് ആരാണ് എന്നുള്ളത്, കത്തിയതാണോ കത്തിച്ചതാണോ എന്നുള്ള ചോദ്യത്തിന് പോലും ഉത്തരം കിട്ടിയിട്ടില്ല. ആ സമയത്ത് അത്തരമൊരു വിഷയം ഇങ്ങനെ സിനിമകളിൽ കുത്തിക്കയറ്റി ആളുകൾക്കിടയിൽ ഇപ്പൊ ആളുകൾ മറന്നു തുടങ്ങിയോ അല്ലെങ്കിൽ അതിന്റെ ഭവിഷ്യത്തുകൾ അനുഭവിക്കുന്നവരോ അത് മറക്കാൻ തുടങ്ങിയ കാര്യങ്ങളായിരിക്കാം. എന്തിനാണ് അതിനെ വെറുതെ സിനിമയിലേക്ക് വലിച്ചു കയറ്റിക്കൊണ്ട് ഇതൊരു മാർക്കറ്റിംഗ് തന്ത്രമാണോ? അല്ല, സിനിമയുടെ പൊതു സ്വഭാവം അതുപോലെ എൻ്റെ ഒബ്ജക്റ്റീവ് എന്താണ് എന്ന് വിലയിരുത്തിയാൽ മാത്രമാണ് നമുക്കത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. എന്തായാലും ഒരു പൊളിറ്റിക്കൽ ആംഗിൾ ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവർ ഈ നിർമ്മാതാക്കളെ സംബന്ധിച്ചിടത്തോളം, അതേപോലെ തന്നെ അതിൽ അഭിനയിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ അകത്ത് അവർക്ക് രാഷ്ട്രീയമുണ്ടെന്ന് ഞാൻ കണക്കാക്കുന്നില്ല. പക്ഷേ ഇന്ത്യയിൽ നടന്ന സംഭവവികാസങ്ങൾ, ഇന്ത്യയിലും അതുപോലെ പല രാജ്യങ്ങളിലൊക്കെ നടന്ന കാര്യങ്ങൾ എന്ന നിലയ്ക്ക് അതിനെ കൂട്ടിയിണക്കി ഒരു പുതിയ തരത്തിലുള്ള ഒരു സാധനമായിട്ട് ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് അതിൻ്റെ സാങ്കേതിക വിദ്യയിലൂടെ ആണ് യഥാർത്ഥത്തിൽ എന്ത് ചെയ്യുന്നത്, അത് കൂടുതൽ മികവാർന്ന ഒരു ചിത്രമായി മാറുകയും അതിൻ്റെ സാധ്യത അതിൻ്റെ അകത്താണ് കിടക്കുന്നത്. അവിടെ തന്നെയാണ് ആ പ്രശ്നങ്ങൾ നിൽക്കുന്നത്. പക്ഷേ അതിനിടയ്ക്കാണ് ഈ വിവാദം കയറി വന്നത്. അങ്ങനെ വിവാദം കയറി വരുമ്പോൾ അനുകൂലമായിട്ടും എതിരായിട്ടും ആളുകളുണ്ടാകും. ഇവരെ അനുകൂലിക്കുന്ന ആളുകളൊക്കെ കൂടി ആ സിനിമ കാണാൻ കയറും, എതിർക്കുന്ന ആളുകൾ ആ സിനിമ കാണണ്ടെന്ന് തീരുമാനിക്കും. അതൊക്കെ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുകൾ മാത്രമാണ്. പക്ഷേ ഇതിനപ്പുറത്ത് നിന്ന് അതിനെ മനസ്സിലാക്കാനും അതുപോലെ തന്നെ അതിനെ വിലയിരുത്താനും ഒക്കെ ശ്രമം നടക്കേണ്ടതാണ്. പക്ഷേ അതൊന്നും ഇപ്പോൾ തൽക്കാലം ഇല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സിനിമയുടെ ഒരു നിരൂപണം എന്ന് പറയുന്നത് അത് ശരിയായ രീതിയിൽ ഒരിക്കലും ഈ പശ്ചാത്തലത്തിൽ നിർവഹിക്കപ്പെടുന്നില്ല. കേരള സ്റ്റോറി വന്ന സമയത്തും ആ കഥ, ആ സാധനം, ആ സിനിമ വിറ്റഴിക്കപ്പെട്ടതിൻ്റെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? വിവാദമാണ്. അത് വിവാദമുണ്ടാക്കി അവർ വിറ്റഴിക്കാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇവരും ഒരുപക്ഷെ ആ വിവാദം എന്ന് പറയുന്നതിൻ്റെ ഒരു ഹൈപ്പാക്കി മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളത് പരിശോധിക്കേണ്ട ഒരു കാര്യമാണ്. പൊതുവേ നമ്മളുടെ സമൂഹം എന്ന് പറയുന്ന ഒരു മാർക്കറ്റിംഗ് സൊസൈറ്റിയാണ്. കൺസ്യൂമറിസം ആണ് നമ്മുടെ പ്രധാനം. അപ്പോൾ ഒരു വിവാദം ഇല്ലാതെ ഒരു സിനിമ മാർക്കറ്റ് ചെയ്താൽ ആ സിനിമ മാർക്കറ്റ് ചെയ്യപ്പെടാൻ പറ്റും. അതിൻ്റെ കൂടെ ഒരു വിവാദം ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ എളുപ്പത്തിൽ അതായത് വിജയിക്കില്ല എന്ന് 1% ഉറപ്പുള്ളിടത്ത് ഒരു വിവാദം ഉണ്ടാക്കി അതിനെ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ കഴിഞ്ഞ 3 ദിവസമായി ചർച്ച എമ്പുരാൻ മാത്രമാണ്. കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കം ചർച്ച എമ്പുരാൻ മാത്രമാണ്. അപ്പോ ഇതിന്റെ പിന്നിൽ ഒരു വലിയ തലച്ചോറുണ്ട്. അത് പൃഥ്വിരാജ് എന്ന് പറയുന്ന സംവിധായകന്റെ വലിയ ബുദ്ധിയുണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രത്തോളം മാർക്കറ്റിംഗ് തന്ത്രമാണ് അദ്ദേഹം. നമ്മൾ ഈ സിനിമ ലൂസിഫർ എന്ന് പറയുന്ന സിനിമ പറഞ്ഞു നിർത്തുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി മാഷ സിനിമ കണ്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ലൂസിഫർ സ്റ്റീഫൻ നെടുമ്പള്ളി എങ്ങനെ എബ്രഹാം ഖുറേഷിയായി, അല്ലെങ്കിൽ എബ്രഹാം ഖുറേഷിയിൽ നിന്ന് എങ്ങനെ സ്റ്റീഫൻ നെടുമ്പള്ളിയിലേക്കുള്ള മാറ്റം എന്നതാണ് നമ്മുടെ. ആരാണ് എബ്രഹാം ഖുറേഷി, ആരാണ് സ്റ്റീഫൻ നെടുമ്പള്ളി? ഈ 2 ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തേടിയാണ് എമ്പുരാൻ എന്ന് പറയുന്ന സിനിമ കാണാൻ പ്രേക്ഷകർ കയറുന്നത്. അതിന്റെ ഇടയ്ക്ക് നിങ്ങൾ എന്തിനാണ് ഈ കലാപത്തെ കുത്തി നിറച്ചത് എന്നുള്ള ചോദ്യമാണ് ജനങ്ങൾ ചോദിക്കുന്നത്. അതൊരു നിസ്സാര ചോദ്യമല്ല അവരുടെയൊക്കെ ഉള്ളിൽ നിന്ന്. കാരണം അവർ കാണാൻ പോകുന്നത് ഈ കലാപത്തെ കുറിച്ചല്ല. അവർക്കറിയേണ്ടത് സ്റ്റീഫൻ നെടുമ്പള്ളി ആരാണ്, അവിടെ നിന്ന് എങ്ങനെയാണ് ഖുറേഷിയിലേക്ക് നെടുമ്പള്ളി എത്തിയത് എന്ന ചോദ്യത്തിന് നിങ്ങൾ ഉത്തരം എന്താ? അതിലപ്പുറം ഇത് കുത്തി നിറക്കേണ്ടതിന്റെ ആവശ്യമുണ്ടോ എന്നുള്ളൊരു ചോദ്യം. അത് ന്യായമായ ചോദ്യമല്ലേ? തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് ന്യായാന്യായങ്ങളെക്കാൾ ഉപരിയായിട്ട് അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉയരാനായിട്ടുള്ള സ്പേസ് അവിടെ ഉള്ളതുകൊണ്ടാണ് ഇത്തരം വിഷയങ്ങൾ ഉയർന്നു വരുന്നത്. ചിലപ്പോൾ ഒരു ബോധപൂർവ്വം തന്നെ ചെയ്തായിരിക്കും, അങ്ങനെയും അല്ലാതെയാകാം. എന്തായാലും വളരെ വിശദമായിട്ട് ഇതിനെക്കുറിച്ച് പരിശോധിച്ചാൽ മാത്രമാണ് അതിൻ്റെ വിഷയങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റുകയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.